ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അട്രിബ്യൂട്ട്സ് ഇൻ ER മോഡലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ER മോഡലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിൽ നമ്മൾ ER മോഡൽസിനെ പറ്റിയിട്ടും അതിൽ നമ്മൾ ER ഡയഗ്രംസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മളുടെ ഡേറ്റാബേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ER ഡയഗ്രത്തിൽ മെയിൻ ആയിട്ടും എൻറ്റിറ്റി, അട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആട്രിബ്യൂട്ട്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ എൻറ്റിറ്റീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ആട്രിബ്യൂട്ട്സിനെ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം എംപ്ലോയി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. ത്രൂ ആര് വഴിയാണ്? ഈ അട്രിബ്യൂട്ട്സ് വഴിയാണ് നമ്മൾ ഈ എൻറ്റിറ്റീസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റീന്റെ അട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് നെയിം, ഏജ്, അഡ്രസ്, സാലറി, ജോബ് അതൊക്കെയാണ് പറയുന്നത്. എംപ്ലോയി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീന്റെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആട്രിബ്യൂട്ട്സ് എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റീനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് എംപ്ലോയിക്ക് ഒരു ആട്രിബ്യൂട്ട്, ഇപ്പൊ നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് മാത്രമേ എംപ്ലോയി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിന്റെ നെയിം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ എംപ്ലോയിന്റെ ജോബ് ഏതാണെന്നോ അഡ്രസ് ഏതാണെന്നോ ഒരു ഇൻഫർമേഷൻസും നമുക്ക് കിട്ടത്തില്ല. അതേസമയം നമ്മൾ ആട്രിബ്യൂട്ട്സിന്റെ എണ്ണം കൂട്ടി, ഇപ്പൊ നെയിമിന്റെ കൂടെ ഞാൻ അഡ്രസ്സും സാലറിയും ജോബും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ എനിക്ക് പല ഇൻഫർമേഷൻസ് കിട്ടും. അയാളുടെ പേരെന്താന്ന് എനിക്ക് കിട്ടി, ജോബ് എന്താന്ന് കിട്ടി, അഡ്രസ് എന്താന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളുടെ അട്രിബ്യൂട്ട്സ് എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ഇൻഫർമേഷൻസ് നമുക്ക് ആ എൻറ്റിറ്റീനെ പറ്റിയിട്ട് കിട്ടും. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു നമ്മളുടെ ER ഡയഗ്രത്തിൽ നമ്മൾ ആട്രിബ്യൂട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓവൽ ഷേപ്പിലാണെന്ന് പറഞ്ഞു. നമ്മൾ ഓവൽ ഷേപ്പിനകത്ത് ആ ആട്രിബ്യൂട്ടിന്റെ നെയിം എന്താണോ അത് നമ്മൾ കൊടുക്കും. എന്നിട്ട് ആ ആട്രിബ്യൂട്ട് ഏത് എൻറ്റിറ്റിയുടെ കറസ്പോണ്ടിങ് ആണോ ആ എൻറ്റിറ്റിയും ആ ആട്രിബ്യൂട്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഈ ആട്രിബ്യൂട്ട്സിനെ തന്നെ നമുക്ക് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആട്രിബ്യൂട്ട്സിനെ മെയിൻ ആയിട്ട് 4 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് കോമ്പോസിറ്റ് വേഴ്സസ് സിമ്പിൾ ഓർ അറ്റോമിക് ആട്രിബ്യൂട്ട്സ്, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് സിംഗിൾ വാല്യൂഡ് വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, ആൻഡ് തേർഡ് വൺ സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്, ആൻഡ് ഫൈനലി ദ കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ്. ഇനി നമുക്ക് ഈ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് കോമ്പോസിറ്റ് വേഴ്സസ് സിമ്പിൾ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്നും എന്താണ് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് പിന്നെയും ഫർദർ സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സിനെ നമുക്ക് പിന്നെയും സബ്ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് നെയിമിൽ വേണമെങ്കിൽ ഫസ്റ്റ് നെയിം കാണും, മിഡിൽ നെയിം കാണും, ലാസ്റ്റ് നെയിം കാണും. ഓക്കെ, അപ്പൊ നമ്മളുടെ നെയിം എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഈ നെയിമിൽ ഫസ്റ്റ് നെയിം കാണും, മിഡിൽ നെയിം കാണും, ലാസ്റ്റ് നെയിം കാണും. അപ്പൊ നമ്മുടെ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ട് നമുക്ക് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിന് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് അഡ്രസ്സിനെ കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോ അഡ്രസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് അഡ്രസ്സിനകത്ത് തന്നെ സ്ട്രീറ്റ് അഡ്രസ്സ് വരാം, സിറ്റി വരാം, സ്റ്റേറ്റ് വരാം, പിൻകോഡ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്രസ്സിനെ വേണമെങ്കിൽ ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ ഓക്കെ, അപ്പൊ നമ്മൾ അഡ്രസ്സിനെ ആദ്യം സബ്ഡിവൈഡ് ചെയ്തു, സ്ട്രീറ്റ് അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് എന്നാക്കി. ഓക്കെ, ഇനി നമുക്ക് ദാറ്റ് മീൻസ് നമ്മുടെ ഇപ്പോൾ ഇവിടെ അഡ്രസ്സിലെ സ്ട്രീറ്റ് അഡ്രസ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇനിയും സബ്ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹൗസ് നമ്പർ എന്നും സ്ട്രീറ്റ് നെയിം എന്നും വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് പിന്നെയും ഫർദർ സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെ ആയിരിക്കും നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആദ്യം നമ്മൾ എഴുതും, പിന്നെ അതിന്റെ സബ് പാർട്സ് ഏതൊക്കെയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഓവൽ ഷേപ്പിൽ തന്നെ എഴുതിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ആ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ക്ലിയർ? ഇനി അതേസമയം നമുക്ക് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആട്രിബ്യൂട്ടിനെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സിമ്പിൾ അല്ലെങ്കിൽ അറ്റോമിക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനിപ്പോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏജ് പറയാം.
നമ്മളുടെ പേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ജെൻഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെൻഡറിനെ നമുക്ക് ഒരു രീതിയിലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വോട്ടർ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സിമ്പിൾ ഓർ അറ്റോമിക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ഓർ അറ്റോമിക് ആട്രിബ്യൂട്ട്സിനെ നോർമലി നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ ഓവൽ ഷേപ്പിൽ ആ ആട്രിബ്യൂട്ടിന്റെ നെയിം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഓരോ ആട്രിബ്യൂട്ടിനെയും സിമ്പിൾ ആക്കി വെക്കണോ കോമ്പോസിറ്റ് ആക്കി വെക്കണോ അതെല്ലാം ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഈ ഡേറ്റാബേസ് ഡിസൈനർ ആണ്. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മളുടെ അടുത്ത് റിക്വയർമെന്റ്സ് പറയും, അവർ വെർബലി പറയും, അത് നമ്മൾ കേട്ടിട്ടാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡയഗ്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ അടുത്ത് റിക്വയർമെന്റ് പറയുന്ന സമയത്ത് അപ്പൊ അവർ പറയാണ്, ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ ഡേറ്റാബേസിൽ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു എൻറ്റിറ്റി വേണം. ആ എംപ്ലോയിയുടെ എൻറ്റിറ്റിയിൽ നമുക്ക് നെയിം സ്റ്റോർ ചെയ്ത് വെക്കണം, സാലറി, ജോബ്, ഏജ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നെയിം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നെയിമിനെ നമുക്ക് ഇവിടെ സിമ്പിൾ ആട്രിബ്യൂട്ട് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്താൽ മതി. അതേസമയം നെയിം സ്റ്റോർ ചെയ്യണം, പക്ഷെ ആ നെയിമിൽ തന്നെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും വേണം എന്ന് അവർ എക്സ്പ്ലിസിറ്റ്ലി എടുത്ത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് വേണം നമ്മുടെ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഡയഗ്രാം നോക്കിയിട്ടായിരിക്കും നമ്മൾ പിന്നെ നമ്മളുടെ DBMS ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റാബേസിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെർബലി പറയുന്നതിൽ നിന്നും നമ്മളുടെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ നെയിം പറഞ്ഞു. അപ്പൊ നെയിമിനെ അവര് വെർബലി പറയുന്നുണ്ട്, അവരുടെ റിക്വയർമെന്റ് പറയുന്ന കൂട്ടത്തിൽ നെയിമിനെ ഇനിയും സ്പെൽറ്റപ്പ് ചെയ്ത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെയിമിനെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് വേണം നമ്മുടെ ഡയഗ്രത്തിൽ കാണിക്കാൻ. അതർവൈസ് അതിനെ നമ്മൾ സിമ്പിൾ ആട്രിബ്യൂട്ട് ആയിട്ട് തന്നെ കാണിക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സിംഗിൾ വാല്യൂഡ് വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സിമ്പിൾ ആണ്, അതും ഇതും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇത് സിംഗിൾ വാല്യൂഡ് ആണ്. അപ്പൊ അത് പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ തന്നെ സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിനെ സംബന്ധിച്ച് ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ സിംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ആട്രിബ്യൂട്ട് നമുക്ക് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏജ് പറയാം. ഏജ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിനെ സംബന്ധിച്ച്, ഇപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിനെ സംബന്ധിച്ച് ഏജ് എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ വാല്യൂഡ് ആണ്. അറ്റ് എ ടൈം ഒരിക്കലും ഒരാൾക്ക് ഡിഫറെന്റ് ഏജിന് വാല്യൂ ഉണ്ടാവത്തില്ല. അറ്റ് എ ടൈം ഒന്നുകിൽ അയാളുടെ ഏജ് 23 ആകാം, അല്ലെങ്കിൽ 50 ആകാം. അത് എന്താണ്, സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആണ്. ഇപ്പൊ ഒരു എൻറ്റിറ്റിനെ സംബന്ധിച്ച് അയാൾ ഒന്നുകിൽ മെയിൽ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം, അല്ലാതെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാൻ പറ്റത്തില്ല ജെൻഡറിന്റെ കേസിൽ. അതുപോലെ തന്നെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ ആണെങ്കിലും, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ആകാം, ആധാർ നമ്പർ ആകാം. അതെല്ലാം എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഒറ്റ വാല്യൂ മാത്രമേ വരുള്ളൂ. സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ നമ്മളുടെ നോർമലി ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിന്റെ കേസിൽ മോർ ദാൻ വൺ വാല്യൂ ഈ ആട്രിബ്യൂട്ട്സിന് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫോൺ നമ്പർ പറയാം. ഇപ്പൊ ഒരു എൻറ്റിറ്റിനെ സംബന്ധിച്ച്, ഒരു എംപ്ലോയി എൻറ്റിറ്റിനെ സംബന്ധിച്ച് ആ ആൾക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പേഴ്സ് വരാം, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പേഴ്സ് വരാം. അപ്പൊ ഈ ഫോൺ നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ അഡ്രസ്സ്, ഇപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വീടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫീസ് ഒരു അഡ്രസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെസിഡൻഷ്യൽ അഡ്രസ് ഉണ്ടെങ്കിൽ അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിട്ട് പറയാം. അതുപോലെ തന്നെയാണ് ഇമെയിൽ ഐ ഡി. മിക്ക ആൾക്കാർക്കും ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡിസ് ഒക്കെ എന്തായാലും കാണും. അപ്പൊ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു മോർ ദാൻ വൺ വാല്യൂസ് വരാം. പക്ഷെ ഇപ്പൊ എല്ലാ എൻറ്റിറ്റീസിനും മോർ ദാൻ വൺ വാല്യൂസ് വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 3 ഇമെയിൽ ഐ ഡി ഉണ്ട്. അതേസമയം വേറൊരാളെ എടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് ചിലപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി കാണത്തുള്ളൂ. ഇനി നമ്മൾ ഈ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് നമ്മൾ ഡയഗ്രത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡബിൾ ഓവൽ ഷേപ്പിനകത്തായിരിക്കും നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് നമ്മൾ കാണിക്കുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്.
സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ആട്രിബ്യൂട്ട്സിന് ഇനി ഫർദർ അപ്ഡേഷൻ ഒന്നും വേണ്ടി വരാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഫർദർ ചേഞ്ച് ഒന്നും എന്തായാലും വരത്തില്ല അല്ലേ. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു ഡേറ്റ് ഓഫ് ബർത്തേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഫർദർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, അതാണ് ഇപ്പൊ സ്റ്റോർഡ് ആട്രിബ്യൂട്ട് ആയിട്ട് പറയുന്നത്. നമ്മൾ സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ നോർമലി എങ്ങനെയാണ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതേസമയം ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ ആട്രിബ്യൂട്ട്സിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏജ് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് DOB എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും നമ്മുടെ കറണ്ട് ഇയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏജിനെ പറയാം. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷ്ഡ് ഓവലിനകത്തായിരിക്കും. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ നെയിം എന്ന് പറയുന്നത് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് കണ്ടു. ഓക്കെ, അത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ടും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നെയിമിനെ പറയാം. കാര്യം നെയിം എന്ന് പറയുന്നത് ഇപ്പം എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു നെയിം ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ നെയിം എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിന് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ഒരു സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനും എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ ഏജ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്, അതൊരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഒരു ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് പല ക്ലാസിഫിക്കേഷനിലും വരാം. അപ്പൊ അത്തരത്തില് ഏതെങ്കിലുമൊക്കെ ആട്രിബ്യൂട്ട്സ് കോമ്പോസിറ്റും അതിനോടൊപ്പം തന്നെ മൾട്ടി വാല്യൂഡുമായിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ ആയിരിക്കും നമ്മൾ കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, കോമ്പോസിറ്റും ആയിരിക്കണം, മൾട്ടി വാല്യൂഡും ആയിരിക്കണം. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റും മൾട്ടി വാല്യൂഡും ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനിപ്പോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫോൺ നമ്പർ കൺസിഡർ ചെയ്യാം അല്ലെ. ഫോൺ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു എൻറ്റിറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ വരാം. ഓക്കെ, അപ്പൊ അത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഇനി അത് കോമ്പോസിറ്റ് എങ്ങനെയാണ് ആവുന്നത്, ഫോൺ നമ്പർ എങ്ങനെയാണ് കോമ്പോസിറ്റ് ആവുന്നത്, നമുക്ക് ഫോൺ നമ്പറിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മേ ബി കൺട്രി കോഡും പിന്നെ ബാക്കി ഫോൺ നമ്പറും ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് ആട്രിബ്യൂട്ട് ആയിട്ട് പറയാം. അത് എന്തുകൊണ്ടാണ്, ഫോൺ നമ്പർ എന്ന് പറയുന്നത് കോമ്പോസിറ്റും ആണ്, മൾട്ടി വാല്യൂഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് ആട്രിബ്യൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അഡ്രസ്സ് പറയാം. ഒരു എൻറ്റിറ്റിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ അഡ്രസ്സ് വരാം. ഓക്കെ, അപ്പൊ അതെന്തായി, ഒന്നിൽ കൂടുതൽ അഡ്രസ്സ് വരുമ്പോഴത്തേക്ക് അത് മൾട്ടി വാല്യൂഡ് ആയി. ഇനി അത് കോമ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അഡ്രസ്സിനെ തന്നെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് എന്തൊക്കെ പറയായിരിക്കും, അതിന് സ്ട്രീറ്റ് അഡ്രസ്സ് കാണും, സിറ്റി കാണും, കൺട്രി കാണും, പിൻകോഡ് കാണും. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് അഡ്രസ് എന്ന് പറഞ്ഞത് കോമ്പോസിറ്റും ആയി. ഓക്കെ, അപ്പം ഒരു ആട്രിബ്യൂട്ട് അത് കോമ്പോസിറ്റും ആണ്, മൾട്ടി വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഫോൺ നമ്പറും എന്താണ് അഡ്രസ്സും ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്കമിങ് വീഡിയോസിനായിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.